ദൈവത്തിനും മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വരവും പ്രവചന പഠനമെന്ന 165 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം കണ്ടാനന്ദിച്ചിടാൻ നിത്യമായി വാണിടാൻ, കണ്ടാനന്ദിച്ചിടാൻ നിത്യമായി വാണിടാൻ. എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ, എന്നാത്മാവു 164 ഭാഗത്തേക്ക് ഇവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ഈ ക്ലാസ്സിന് എടുക്കുന്നതിന് ഏറ്റവും പ്രധാനമായ കാര്യം അനേകർ യേശുവിനെ അറിയുകയും യേശുവിൻ്റെ കാഹളനാദത്തിലെ അനേകരെടുക്കപ്പെടണം എന്നുള്ള ആഗ്രഹം അടുത്തത് ഭാരതത്തിലെ വലിയ ഒരു ഉണർവുണ്ടാകാൻ വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് ന്യായാധിപന്മാരെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 10ാമത്തെ ന്യായാധിപന്റെ പേര് ഇബ്സാൻ. 12ാം അധ്യായം 8ാമത്തെ വാക്യം മുതൽ 10ാമത്തെ വാക്യം വരെയും. ഇബ്സാനെ പറ്റി 2 വാക്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്തെ കാര്യമായൊന്നും അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് 30 പുത്രന്മാരും 30 പുത്രിമാരും ഉണ്ടായിരുന്നു. അതിൽ 30 പുത്രിമാരെ കെട്ടിച്ചയച്ചു എന്ന് അവിടെ കാണുന്നുണ്ട്. ഇവിടെ മാത്രമേ ഈ വിവാഹത്തിന് കെട്ടിച്ചയച്ചു എന്ന് കാണുന്നുള്ളൂ. അദ്ദേഹം 7 വർഷം ന്യായാധിപനായി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. അദ്ദേഹം അത്രമാത്രം ഒരു പ്രശസ്തനായ ന്യായാധിപനാന്നുള്ള ഒരു തെളിവുമില്ല. അടുത്ത് 11ാമത്തെ ന്യായാധിപൻ, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഏലോൻ 10 വർഷം ന്യായപാലനം ചെയ്തു. 12ാമത്തെ ന്യായാധിപൻ, അദ്ദേഹത്തെ അറിയപ്പെടുന്ന അബ്ദോൻ 8 വർഷം ന്യായപാലനം ചെയ്തു. അത്ര മാത്രമേ അദ്ദേഹത്തെ പറ്റി ബൈബിൾ പറയുന്നുള്ളൂ. നമുക്കിനിയും 13ാമത്തെ ന്യായാധിപനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. അദ്ദേഹം വലിയ പ്രശസ്തനായിരുന്നു, വലിയ ശക്തനായിരുന്നു, സിംഹത്തെക്കാൾ ബലമുള്ളവനായിരുന്നു. അത്ര വലിയൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് ശിംശോൻ എന്നാകുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13ാം അധ്യായത്തിന് 1ാമത്തെ വാക്യം മുതൽ 16ന്റെ അവസാന ഭാഗം വരെ പ്രസ്താവിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു വലിയ പ്രശസ്തനായ മനുഷ്യനായിരുന്നു. ശിംശോന്റെ പിതാവിന്റെ പേര് മനോഹ. അവർക്ക് മക്കളില്ലായിരുന്നു. മനോഹയുടെ ഭാര്യ നല്ല ഒരു ദൈവവിശ്വാസിയായിരുന്നു. ഒരിക്കൽ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് ചില കാര്യങ്ങൾ പറയുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവളാകെ പേടിച്ചുപോയി. കാരണം ഒറ്റയ്ക്കായിരിക്കുന്നു. ഒരു ദൂതൻ വന്ന് പറയുകയാണ്, നിനക്കൊരു മകൻ ജനിക്കും. എന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ സൂക്ഷിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ മകനെ പറ്റി പറയുന്നത് നീ സൂക്ഷിച്ചുകൊള്ളണം. ഈ മക്കളുടെ കാര്യങ്ങളെ വളരെ ഉത്തരവാദിത്വം ഉള്ള മാതാവാണെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. 128 സങ്കീർത്തനം, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്തെ ഫലപ്രദമായ മുന്തിരിവള്ളി. അങ്ങനെ ഫലപ്രദമായ മുന്തിരിവള്ളിയാണെങ്കിൽ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. അത് കേൾവിക്കാരായിരിക്കുന്ന അമ്മമാരെ, നമ്മുടെ മക്കളെ ദൈവ ഭയത്തിൽ ഹന്ന ശൗമേലിനെ വളർത്തിയതുപോലെ വളർത്തണം. നമ്മുടെ മക്കൾ ആരാധനയ്ക്ക് വരണം, വഴിവിട്ട് പോകരുത്. ഇതെല്ലാം ഒരു മാതാവിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ബൈബിൾ പറയുന്നു. ഈ ശിംശോൻ
കുടിക്കരുതാത്ത ചില കാര്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഒന്ന്, വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇസ്രായേലിൻ്റെ ഒരു പ്രധാന പാനീയമാണ് വീഞ്ഞ്. അവർക്ക് വീഞ്ഞില്ല, ജീവിക്കാൻ പറ്റിയല്ല. പക്ഷേ ഇവൻ വീഞ്ഞും കുടിക്കാൻ പാടില്ല, മദ്യം കുടിക്കാൻ പാടില്ല. അശുദ്ധമായത് തിന്നരുത് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വിശുദ്ധ വസ്തുക്കളെ പറ്റിയും അശുദ്ധ വസ്തുക്കളെ പറ്റിയും മോശനായ പ്രമാണത്തെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അശുദ്ധമായതൊന്നും കഴിക്കാൻ പാടില്ല. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് തലയിൽ ശവരക്കത്തി തൊടുവിക്കരുതേ, തൊടാൻ പോലും പാടില്ല. നാലാമത് പറയുന്നത് ബാലൻ ഗർഭം മുതൽ നാസീരായിരിക്കണം. അവന് ഒരു പ്രത്യേകമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനാണ്. ദൈവത്തിനു വേണ്ടി പ്രത്യേകം ഉപയോഗിക്കാൻ വേണ്ടി അവനായിരിക്കുന്നു. ദൂതൻ പറഞ്ഞതുപോലെ അവർക്കൊരു മകനെ ജനിച്ചു. ആ മകന്റെ പേര് ശിംശോൻ എന്ന് പേരിട്ടു. ഇനി നമുക്ക് 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവൻ പ്രായമായപ്പോഴേ അവന് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം കടന്നു വന്നു. അതിനുവേണ്ടി അവൻ തിമ്നയിൽ ഒരു ഫെലിസ്തീയ കന്യകയെ കണ്ടു. പക്ഷേ യഹൂദന് പുറജാതിയുമായി യഹൂദനല്ലാത്ത ജാതിയിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ പാടില്ല. ഈ അമ്മയ്ക്കറിയാം. അമ്മ പറഞ്ഞു, മോനെ, നമ്മുടെ ഇവിടെ കന്യകമാരുണ്ടല്ലോ, പിന്നെന്തിനാ നീ ഫെലിസ്തീയ കന്യകയെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്? അവൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഞാൻ ആ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു. കാരണം എന്താന്ന് നമുക്ക് അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. എന്നാൽ അവിടെ ഒരു പ്രയോഗം പറയുന്നുണ്ട്. 14-ാം അധ്യായം 4-ാമത്തെ വാക്യം, ഇത് യഹോവയാൽ ഉണ്ടായി എന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. ഇത് യഹോവയാൽ ഉണ്ടായി എന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം ഇങ്ങനെ ചില ക്രമീകരണം ചെയ്യും. ആ ക്രമീകരണം എന്താണെന്ന് നമ്മൾ ചില നാളുകൾ കഴിയുമ്പോഴേ അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ പാടുള്ളൂ. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലെ മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തതുകൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം ഇങ്ങനെയുള്ള ക്രമീകരണം ചെയ്യുമ്പോൾ ആ ദൈവത്തിന് ആ പദ്ധതി എന്താണെന്നറിയാം. നമ്മൾ അധികം കടന്ന് ചിന്തിക്കേണ്ട. എന്നാൽ ഇവിടെ പറയുന്നത് യഹോവയാൽ ഉണ്ടായി എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നാം ദൈവസന്നിധാനത്ത് ഇരുന്ന് ദൈവവുമായിട്ട് നാം സമയം ചെലവഴിക്കുമ്പോൾ ദൈവം നമ്മോട് കൃത്യമായിട്ട് ഇടപെടും. തുടർന്ന് അടുത്ത ദിവസം ക്ലാസ് ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ വരിക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അരമനാഥൻ്റെ വരെ ഏറ്റവും അടുത്തിരിക്കുന്നു. ആയിരങ്ങൾ യേശുവിലേക്ക് വരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.